ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊന്നുമില്ല, ഇപ്പം നല്ല ക്ലൈമറ്റാണ്. മഞ്ഞ് മാത്രമുണ്ട്, എന്നാലും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയാണെങ്കിൽ ദൈവം നമ്മളോടും ക്ഷമിക്കും. അങ്ങനെയാണ്. നമ്മളോട് തെറ്റിന് മാപ്പ് ചോദിച്ചു വരുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുക, അവരോട് ക്ഷമിക്കുക. നമ്മളോട് എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും നമ്മൾ അവരെ ആട്ടി അകറ്റാൻ പാടില്ല. അവരോട് നമ്മൾ ക്ഷമിച്ച് അവരോട് നമ്മൾ ക്ഷമിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം ഞാൻ ഈ അവസരത്തിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളോട് എത്ര വലിയ തെറ്റ് ചെയ്തവരായാലും വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ക്ഷമിക്കുകയും അവരെ കൂടെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്യുക. നമ്മൾ ആ തെറ്റ് ക്ഷമിക്കുക തന്നെ വേണം. അപ്പം ഞാൻ ഇത് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാനത് എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു അബദ്ധം, അതായത് ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പം പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചതിന് ശേഷം എനിക്ക് തോന്നിയതായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. ഒറ്റപ്പെടുത്തിയവരെല്ലാം വേണ്ടപ്പെട്ടവരായിരുന്നു. അപ്പം ആ ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ച് ഒരുപാട് നാളുകൊണ്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. പെട്ടെന്ന് വെച്ച് അതിൽ ഒറ്റപ്പെടുത്തിയതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ വന്ന് ഞങ്ങളോട് മാപ്പ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. വന്ന് മാപ്പ് പറഞ്ഞു. അപ്പം ക്ഷമിക്കണം, ഞങ്ങളോടിത് ക്ഷമിക്കണം, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി. വർഷങ്ങൾ കഴിഞ്ഞു. തെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിലും ഞങ്ങൾ നിങ്ങളോട് പിണങ്ങിയതിനും എല്ലാം മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം, ഞങ്ങളോട് പഴയതുപോലെ സഹകരിച്ച് മുന്നോട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എല്ലാവർക്കും സഹകരിച്ച് മുന്നോട്ട് പോകാം. ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തോന്നി. കാരണം വർഷങ്ങൾ കൊണ്ടിങ്ങനെ മനസ്സിൽ നീറി കിടക്കുന്ന ഒരു വിഷമമാണ്. ഭയങ്കര ഒരു സങ്കടമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി, എല്ലാവരും ഒറ്റപ്പെടുത്തി, ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. സത്യം. അത് വന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആ സെക്കൻഡിൽ നമ്മൾ ഒന്നും ആലോചിച്ചില്ല. ഇല്ല, ഇനി ഒരു തിരിച്ചു അത്രത്തോളം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കണ്ണീരില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. സങ്കടം സത്യം ഒരുപാട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടെന്നോ, ഒരാൾ എത്രമാത്രം വിഷമം അനുഭവിച്ചെന്നോ അത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞാലും അവർക്കത്രയും അത് മനസ്സിലാക്കണമെന്നില്ല. ഇപ്പം ഞാനായാലും എൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ, എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഞാൻ അനുഭവിച്ച വേദന അറിയണമെങ്കിൽ മറ്റൊരാളോട് പറയുമ്പോൾ അവർ അത് അനുഭവിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ അവർക്ക് അത്രയും ഫീലുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ വേദന അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ അത് വെറും എന്തോ ഒരു കഥ പറയുന്നു അല്ലെ, അതുപോലെ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അത്രയും വിഷമങ്ങൾ കൊണ്ട് വർഷം തോറും കഴിഞ്ഞ് വരും തോറും എനിക്ക് ആ വിഷമമൊക്കെ കുറഞ്ഞു വരികയായിരുന്നു. ഞാനിപ്പം സാധാരണ സത്യം പറഞ്ഞിപ്പം ഞാൻ നോർമലായി വരികയാണ്. എനിക്ക് അതിലൊന്നും യാതൊരു ടെൻഷനും ഇപ്പം തോന്നാറില്ല. അതുപറ്റി ചിന്തിക്കാനുണ്ടെങ്കിലല്ലേ നമുക്കതിനെപ്പറ്റി തോന്നുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ മനസ്സിൽ വെച്ച് വലിച്ച് കയറ്റി നമ്മൾ വിഷമിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും കുറിച്ച് ചിന്തിക്കുകയില്ല. കുറച്ച് നാൾ കൊണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഇതൊക്കെ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് വന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മളത് നെഗറ്റീവ്, അതായത് റിജക്റ്റ് ചെയ്തു. അവരുടെ ആ ഒരു മാപ്പ് പറച്ചിലിന് ആ സമയത്ത് വേറൊന്നും ആലോചിച്ചില്ല കേട്ടോ. അപ്പോൾ തന്നെ എതിർത്ത് സംസാരിച്ചു. വേണ്ട, ഇപ്പം ഇത്രയും നാൾ ഒരു 5-6 വർഷം കൊണ്ട് എങ്ങനെ നമ്മൾ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇപ്പം ഇത്തിരി സമാധാനവും സ്വസ്ഥതയുണ്ട്, അതുപോലെ തന്നെ മുന്നോട്ട് പോകാം. ഇനി ഒരു തിരിച്ചുവരവ് നിങ്ങളിലേക്കില്ല എന്ന് കൂടെ തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ പോവുകയും ചെയ്തു. പക്ഷെ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്കും ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമമൊക്കെ ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ. ഇപ്പോൾ വിചാരിക്കണം, അങ്ങനെ പറയണ്ടായിരുന്നു. ഒരാൾ നമ്മളോട് വന്ന് മാപ്പ് ചോദിച്ചതല്ലേ,
നമ്മളായിട്ട് പോയി അവരോട് സംസാരിച്ചതല്ലല്ലോ. അവർക്ക് തന്നെ ഇത്രയും വർഷമായപ്പോൾ നമ്മളോട് സഹകരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നമ്മളോട് തിരിച്ച് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവരുടെ ആ മാപ്പ് പറച്ചിലിനെ നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് അംഗീകരിച്ചിരുന്നു എങ്കിൽ എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര എനിക്ക് വിഷമവും സങ്കടമൊക്കെ തോന്നി മൊത്തത്തിൽ. കാരണം അത് അംഗീകരിക്കാനുള്ളതായിരുന്നു. എനിക്ക് ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ പിണക്കവും വഴക്കും അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വിചാരിക്കും, നമ്മളെ വേണ്ടാന്ന് വിചാരിച്ച് പോയ ആൾക്കാരല്ലേ, പിന്നെ നമ്മൾ എന്തിനാ പുറകെ നടക്കുന്നത്, എന്നെങ്കിലും നമ്മൾ നിരപരാധിയാണ് എന്ന് തെളിയുന്ന കാലത്ത് എല്ലാവരും തിരിച്ചു വരട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു ഞാനും. അല്പം വാശി, അതായത് അത്രത്തോളം അനുഭവിച്ചതിനുള്ളൊരു ചെറിയൊരു വാശി, അത്രയേ ഉള്ളൂ, വേറൊന്നും അല്ലായിരുന്നു. ഇന്ന് വന്ന് അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ സമയത്ത് ആ സമയത്ത് എനിക്ക് തോന്നിയില്ല ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് തോന്നിയില്ലായിരുന്നു. ഇപ്പം ഒരുപാട് നേരം ഇരുന്ന് ആലോചിച്ചതിന് ശേഷം തോന്നുന്നു, എന്തിനാണ് ഒരു അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. സത്യം അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നിപ്പോൾ വീണ്ടും ചെറിയൊരു വിഷമവും തോന്നുന്നു, പറയണ്ടായിരുന്നു എന്നും തോന്നുന്നു. നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പറയേണ്ട സമയത്ത് നമുക്ക് പറയാൻ തോന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്തടിച്ച കണക്ക് എന്തെങ്കിലും ഇങ്ങനെ, അതായത് പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും അതിനെതിരായിട്ട്. കുറേ നേരം നമ്മളിരുന്ന് ആലോചിക്കുമ്പോഴായിരിക്കും വിചാരിക്കുന്ന, ദൈവമേ അങ്ങനെ പറയണ്ടായിരുന്നു, അത് അവർക്ക് ഒരുപാട് വിഷമമായി കാണില്ലേ, നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതുപോലെയാണ് ഇപ്പോഴിവിടെയും. എന്നെങ്കിലും എന്താ പറയുക, എന്തായാലും വന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് ഞാനിങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ക്ഷമിക്കാനുള്ളതായിരുന്നു, വന്ന് നമ്മളോട് മാപ്പ് പറഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ക്ഷമിക്കാനുള്ളതായിരുന്നു. എൻ്റെ ഭാഗത്ത് വന്നൊരു തെറ്റായിപ്പോയി എന്നെനിക്ക് ഇപ്പം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പം നമ്മൾ ആരായാലും എത്ര തെറ്റ് ചെയ്തവരായാലും നമ്മളോട് വന്ന് മാപ്പ് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരോട് ക്ഷമിച്ച് നമ്മളത് വിട്ടുകളയുക, അവരെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക, മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്കൊന്നും ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതമാണല്ലേ എല്ലാവർക്കും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കണ്ടാൽ അവർ മാറി നിൽക്കുമോ? ആരും മാറി നിൽക്കില്ല. അപ്പോൾ ആ പകയും വിദ്വേഷവും പിണക്കമൊന്നും അവരുടെ ആരുടെയും മനസ്സിലുണ്ടാവില്ല. എല്ലാവരും പെട്ടെന്ന് വന്ന് സഹകരിക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം എല്ലാവരും. പോയ കാലത്തെ മാറ്റാൻ നമുക്കാവില്ല. ഇനിയുള്ള കാലത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല. പിന്നെ എന്തിനാണ് നാം പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുന്നത് എന്തിനാണ്? അത് നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ 2-3 പ്രാവശ്യം ഒന്ന് ആലോചിക്കുക നല്ലതായിരിക്കും. അത് നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ആ സമയത്ത് വന്ന് ചോദിച്ച സമയത്ത് കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അതൊന്ന് വിട്ടുവീഴ്ച ആവില്ലായിരുന്നോ, മുറിഞ്ഞു പോയ ബന്ധങ്ങളെല്ലാം അടുക്കുമായിരുന്നല്ലോ എന്നൊക്കെ എനിക്കിപ്പോൾ തോന്നി. അതുകൊണ്ടാണ് അപ്പം എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പം എന്തൊരു കാര്യമായാലും നമ്മളോട് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തടിച്ച് കണക്ക് പറയാതെ 1-2 മിനിറ്റ് നമ്മളത് ആലോചിക്കുക, നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ.